ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധം കൊറോണയ്ക്ക് ശേഷം നമ്മൾ വളരെ കോമൺ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചും വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള എല്ലാ പേരൻസിനെയും വലച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ ഇമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടാണ്. ലൈക്ക് ഇമ്മ്യൂണിറ്റി എന്താണ്, ഇമ്മ്യൂണിറ്റി ശരിക്കും നമുക്ക് എങ്ങനെയാണ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ലക്ഷണങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുള്ള പേരൻസ് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കുക. സ്കൂൾ തുറന്ന് ഒരു 3-4 മാസക്കാലത്തേക്ക് കുട്ടികൾക്ക് അടിക്കടി ഓരോ അസുഖങ്ങൾ വരുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ തുമ്മൽ, ജലദോഷം അല്ലെങ്കിൽ ശ്വാസം മുട്ട്, പനിയൊക്കെ പോലുള്ള റെസ്പിറേറ്ററി കംപ്ലയിൻറ്റ്സ് ആയിരിക്കും അധികവും വരുന്നത്. അല്ലാതെയുള്ള അസുഖങ്ങൾ വരാറുണ്ട്. വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട്. എന്നാലും കൂടുതലും കണ്ടുവരുന്നത് ഇങ്ങനത്തുള്ള റെസ്പിറേറ്ററി കംപ്ലയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ അടിക്കടി അസുഖങ്ങൾ വരുമ്പോൾ മിക്ക പേരൻസും പറയുന്നത് എൻ്റെ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്, അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കൊണ്ട് നമുക്കത് കൂട്ടാൻ പറ്റുമോ, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പലർക്കും ഉണ്ടാകുന്ന സംശയങ്ങളാണ്. ആദ്യം നമുക്ക് ഇമ്മ്യൂണിറ്റി എന്താണെന്നൊന്ന് നോക്കാം. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നാച്ചുറലി തന്നെ നമ്മുടെ ബോഡിയിലേക്ക് കയറുന്ന ദോഷകാരികളായിട്ടുള്ള പത്തോജൻസ്, നമ്മൾ ബാക്ടീരിയ, വൈറസ് പോലുള്ള സൂക്ഷ്മാണുക്കളെ പത്തോജൻസ് എന്ന് പറയും. ഈ പത്തോജൻസിനെ നശിപ്പിക്കാൻ നമുക്ക് ജന്മനാ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു കഴിവുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം സിസ്റ്റംസും അല്ലെങ്കിൽ പ്രത്യേകതരം കോശങ്ങളും ഒക്കെ നമ്മുടെ ശരീരത്തിൽ, ബ്ലഡിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇവർ ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഈ സൂക്ഷ്മാണുക്കളെയൊക്കെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നശിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി കുറയുക എന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയാം. അപ്പോൾ ആ കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. അതായത് മുലപ്പാൽ കുടിച്ച് വളരുന്ന കുട്ടികൾക്ക്, ഈ ഫോർമുല മിൽക്ക് കുടിച്ച് വളരുന്ന കുട്ടികളെക്കാട്ടിലും ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും. കാരണം ആ ഒരു ഫസ്റ്റ് മിൽക്ക് ഉണ്ടല്ലോ, കൊളോസ്ട്രം എന്ന് പറയുന്ന ആദ്യം വരുന്ന അമ്മപ്പാൽ, അതിനകത്ത് കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ആൻറ്റിബോഡീസ് ഉണ്ട്. അപ്പോൾ അത് കുട്ടികൾ കുടിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ മുലപ്പാൽ കുടിച്ച് വളരുന്ന കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും. അല്ലാതുള്ള കുട്ടികൾ കമ്പാരിറ്റീവ്ലി ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരായിരിക്കും. ദെൻ അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് ഫുഡാണ്. നമ്മളെപ്പോഴും പറയുന്നതാണ് ജങ്ക് ഫുഡ് പല രീതിയിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കും. അതിലൊന്ന് ഇമ്മ്യൂണിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ എക്സ്പോഷർ കുറയുന്നത്. എക്സ്പോഷർ കുറയുക എന്ന് വെച്ചാൽ, അതിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കോവിഡിൻ്റെ സമയത്ത് ഒരു 2 വർഷത്തോളം കാലം നമ്മളെല്ലാവരും വീടിനുള്ളിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, നമുക്ക് ഇടവിട്ട് അസുഖങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. പ്രത്യേകിച്ചും കുട്ടികളെ സംബന്ധിച്ച് അവർ 2 വർഷക്കാലം നമ്മൾ തീരെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ വീടിനകത്ത് തന്നെയായിരുന്നു. കാരണം ഒട്ടും പുറത്തിറക്കരുത് എന്ന് പറഞ്ഞ് വിലക്കിയിട്ടുള്ളത് കുട്ടികളെ. അതിനുശേഷം കുട്ടികളായാലും മുതിർന്നവരായാലും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇടവിട്ട് ഓരോ അസുഖങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എക്സ്പോഷർ ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് അതിനോട് പൊരുത്തപ്പെടാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഇടവിട്ട് ഇങ്ങനെ ഓരോ അസുഖങ്ങളും വരാം. അത് ഒരു കാരണമാണ്. പിന്നെ എക്സർസൈസ് ഇല്ലാതിരിക്കുക, അതൊരു കാരണമാണ്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇമ്മ്യൂണിറ്റി കുറയാം. ഇനി ഇമ്മ്യൂണിറ്റി കുറയുന്നത് നമുക്കെങ്ങനെ ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാം. ഇമ്മ്യൂണിറ്റി കുറയുന്നത് നമ്മൾ കാരണങ്ങൾ പറഞ്ഞപ്പോൾ ഒന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം ഡയബറ്റീസ്, HIV അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് പൊതുവെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. ഈ അസുഖങ്ങളൊക്കെ അവരുടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. വൈറ്റമിൻ ഡെഫിഷ്യൻസിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ അസുഖങ്ങളുള്ളവർക്ക് പൊതുവെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പം നമുക്കിനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത്
ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടികളായാലും ശരി മുതിർന്നവരായാലും ശരി അവർക്ക് കാണിക്കുന്ന ലക്ഷണങ്ങൾ ഒന്നാമെന്ന് പറയുന്ന അടിക്കടി ഉണ്ടാകുന്ന ജലദോഷം എന്ന് പറയുമ്പം മാസത്തിലൊരു ജലദോഷമോ പനിയോ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻസ് മാസത്തിലൊരു 3-4 ടൈംസൊക്കെ വരാം. സാധാരണഗതിയിൽ നമുക്ക് മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ പനി വരുന്നത് ഇമ്മ്യൂണിറ്റി കുറവ് കൊണ്ടായിരിക്കത്തില്ല. പക്ഷേ ഇങ്ങനെ മാസത്തിലൊരു 3-4 തവണയൊക്കെ ഇടവിട്ട് ജലദോഷമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇമ്മ്യൂണിറ്റി കുറവ് കൊണ്ടാകാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വയറിളക്കം, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മലബന്ധം പോലത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ അടിക്കടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും ഇമ്മ്യൂണിറ്റിയുടെ കുറവ് കൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ ഓവറായിട്ട് സ്ട്രെസ്സാവുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് കുട്ടികൾക്കാണെങ്കിൽ പിറ്റേന്നത്തേക്ക് പരീക്ഷയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് ശേഷം അവർക്ക് അതിനോടനുബന്ധിച്ച് അതിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ അവർക്ക് പനിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ലോ ഇമ്മ്യൂണിറ്റി ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അങ്ങനെ ഇമോഷണലി ഉള്ള കണ്ടീഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഓവർ സ്ട്രെസ് ആവുന്ന സമയത്തൊക്കെ ഇതുപോലെ പനിയോ ജലദോഷം അങ്ങനത്തെ അല്ലെങ്കിൽ വയറിളക്കം പോലത്തെ കണ്ടീഷൻസൊക്കെ ഉണ്ടാകുന്നത് അതൊരു ലക്ഷണമാണ്. പിന്നീടെന്ന് പറയുന്നത് മുറിവ് ഉണങ്ങാനുണ്ടാകുന്ന താമസം. ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടാകുകയാണെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളുടെ കാര്യമല്ല പറയുന്നത്. ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞല്ലോ, അതെന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും കൂടെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അവർക്ക് അല്ലാതെ തന്നെ മുറിവുണങ്ങാനൊരു കാലതാമസം ഉണ്ടാകും. അപ്പോൾ അതല്ലാതെ ഉള്ള ആൾക്കാരിൽ ഇതുപോലെ മുറിവൊക്കെ ഉണങ്ങാനായിട്ട് താമസം വരുന്നുണ്ടെങ്കിൽ അത് ഇമ്മ്യൂണിറ്റി കുറവുണ്ടാകാം. ഇനി ഇടവിട്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ഇപ്പോൾ നമ്മുടെ മൂക്കിലോ അല്ലെങ്കിൽ സൈനസൈറ്റിസോ അല്ലെങ്കിൽ ഇടവിട്ട് ന്യൂമോണിയ പോലത്തെ കണ്ടീഷൻസ് അല്ലെങ്കിൽ ചെവിയിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവുക. അപ്പം അങ്ങനെ ഇടവിട്ട് ഓരോ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും ഈ ഇമ്മ്യൂണിറ്റി കുറവ് മൂലമാകാം. പിന്നെ ഏറ്റവും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് കിട്ടുന്നൊരു ലക്ഷണമാണ് ക്ഷീണം. എപ്പോഴും ക്ഷീണമായിരിക്കും, ആളൊട്ടും ആക്റ്റീവ് ആയിരിക്കത്തില്ല, എപ്പോഴും ഒരു ഉറങ്ങിത്തൂങ്ങിയ പോലത്തെ ഒരു ലുക്കായിരിക്കും. അപ്പോൾ ക്ഷീണം എന്ന് പറയുന്നത് ഈ ഇമ്മ്യൂണിറ്റി കുറയുന്നതിൻ്റെ വളരെ മാർക്ഡായിട്ടുള്ളൊരു ലക്ഷണമാണ്. അപ്പോൾ ഇത്രയൊക്കെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അയാൾക്ക് നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫർദർ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇമ്മ്യൂണിറ്റിയുടെ കേസ് പറയുമ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ നേരത്തെയും പറഞ്ഞു. ബ്രസ്റ്റ് ഫീഡിങ് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. മിനിമം ഒരു വയസ്സ് വരെയെങ്കിലും കുട്ടികളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് കുട്ടിയെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിന് ശേഷം ഒരു 3 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർ കൃത്യമായി 12 മണിക്കൂർ ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഉറക്കം കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. 3 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള കുട്ടികളാണെങ്കിൽ 8 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങിയിരിക്കണം. അങ്ങനെ കൃത്യമായ ഉറക്കം ഒരു ഫാക്ടറാണ്. അടുത്ത മൂന്നാമതെന്ന് പറയുന്നത് ഡെയിലി ഒരു 20 മിനിറ്റെങ്കിലും അവരെ വ്യായാമം ചെയ്യിപ്പിക്കുക. വ്യായാമം ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഓടിച്ചാടി കളിക്കാനായിട്ട് വിടുക. ഇപ്പോൾ നമുക്ക് സ്ക്രീൻ ടൈമൊക്കെ കുട്ടികൾക്ക് കൂടുതലുള്ളൊരു പീരീഡ് ഓഫ് ടൈമാണ്. അപ്പോൾ അത് ഒന്ന് കുറച്ചിട്ട് ഡെയിലി ഒരു 20 മിനിറ്റെങ്കിലും അവരെ ഒന്ന് വ്യായാമം ചെയ്യിപ്പിക്കുക. പിന്നീട് നമുക്ക് ഫുഡിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഫുഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം. അതിൽ ആദ്യം തന്നെ നമ്മൾ പ്രോട്ടീൻസ് ഫുഡിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ചിക്കൻ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ, മുട്ട അങ്ങനെയൊക്കെയുള്ള പ്രോട്ടീൻസ് 1 കിലോഗ്രാം വെയിറ്റിന് 1 ഗ്രാം പ്രോട്ടീൻ എന്ന രീതിയിൽ നമ്മൾ ഫുഡിലേക്ക് പ്രോട്ടീനും കൂടെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫ്രൂട്ട്സ്, നട്ട്സൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് നെല്ലിക്ക, നാരങ്ങ അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സിലാണ് ഈ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ധാരാളമായിട്ട് കഴിക്കുക. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക. പിന്നെ തൈര്, ഇലക്കറികൾ, സവാള, വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഫുഡിലേക്ക് ആഡ് ചെയ്യുക. ഈ സവാള, വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഫുഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ സാലഡായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ഇത് നമ്മൾ എണ്ണയിലൊക്കെ വാട്ടി കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് സാലഡായിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ക്യാപ്സിക്കത്തിന് ഒരു റോളുണ്ട്. ക്യാപ്സിക്കം കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും.
പിന്നീട് നമ്മൾ സിങ്ക് അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. സിങ്ക് അടങ്ങിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഈ നമ്മുടെ മുന്തിരി, കപ്പയ്ക്ക, ഓറഞ്ച് അല്ലെങ്കിൽ കക്കയൊക്കെ പോലെയുള്ള ഷെൽ ഫിഷ്, ഇതിനകത്തൊക്കെ സിങ്ക് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സിങ്ക് അടങ്ങിയിട്ടുള്ള ഫുഡും ധാരാളമായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. പരമാവധി ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസൊക്കെ ഒഴിവാക്കുക. ഇപ്പോൾ മാസത്തിൽ 1-2 തവണ ഈ ബേക്കറി ഐറ്റംസ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഡെയിലി ബേക്കറി ഐറ്റംസ്, ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫുഡിൽ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നീട് എക്സ്പോഷർ കൊടുക്കുക കുട്ടികൾക്ക്. കുട്ടികളെ വീട്ടിനുള്ളിൽ അടച്ചിരുത്താതെ അവരെ പുറത്തേക്ക് കളിക്കാനായിട്ട് വിടുക. അപ്പോൾ എത്രമാത്രം അവർ നമ്മുടെ പരിതസ്ഥിതികളുമായിട്ട് എക്സ്പോസ്ഡ് ആകുന്നു അത്രയും അവർക്ക് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും. അതിനോട് നമ്മുടെ ശരീരം പൊരുത്തപ്പെടും. അതിനെ പ്രതിരോധിച്ച് പൊരുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പോഷർ ഉണ്ടാക്കുക കുട്ടികൾക്ക്. അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ മാത്രം കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുക. ഇപ്പോൾ ഒരു തവണയൊന്ന് തുമ്മുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു തവണയൊന്ന് ചുമയ്ക്കുമ്പോൾ തന്നെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്ന ഒരു പ്രവണത കുറയ്ക്കുക. പേരൻറ്റ്സ് പ്രത്യേകിച്ചും അങ്ങനെ ഒരു പ്രവണത ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മരുന്ന് കൊടുക്കുക. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കുട്ടിക്ക് മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം മെഡിസിൻസ് കൊടുക്കുക. കുട്ടികൾക്കല്ല മുതിർന്നവർക്കായാലും ശരി ആവശ്യമുള്ള സാഹചര്യത്തിൽ മാത്രം മെഡിസിൻസ് കഴിക്കുക. ഇപ്പം മുതിർന്നവരുടെ ഇടയിലായാലും ഇപ്പോൾ നാളെ പനി വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നേ പാരസെറ്റമോൾ കഴിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ടെൻഡൻസി ഒന്ന് കുറയ്ക്കുക. ലക്ഷണം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ചികിത്സ തേടുന്നതായിരിക്കും നല്ലത്. സോ താങ്ക് യു.